നമ്മുടെ അത് തെറ്റുണ്ടെങ്കിൽ തല കുനിച്ച് വെക്കുക, ശരിയുണ്ടെങ്കിൽ തല കുനിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതിപ്പോ ആരുടെ അടുത്താണെങ്കിലും തല പൊക്കി ഉയർത്തി എന്ന് നമ്മൾ സംസാരിക്കണം. ശരിയുണ്ടെങ്കിൽ, തെറ്റാണെങ്കിൽ തല കുനിച്ച് വെക്കുക. വക്കീൽ ത്രൂ ആണ് പോയത്. വക്കീൽ വഴിയാണ് അല്ല വക്കീൽ വഴിയാണ്. അതെ അതെ, നമ്മളങ്ങനെയാണ് പോകേണ്ടത്. അമ്മയ്ക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം എന്റെ അമ്മയും അപ്പനൊക്കെ സ്വന്തം മോളുടെ കല്യാണം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തുടങ്ങി അവള് ജനിച്ചതിന് തുടങ്ങി അവര് സമ്പാദിക്കുന്ന പൈസ ഉണ്ട്. പിന്നെ ഞാൻ സിനിമയിൽ ഞാൻ അധ്വാനിച്ച പൈസയും കൂടി ചേർത്തിട്ടാണ് അവളുടെ കല്യാണം നടത്തിയത്. അപ്പൊ അവർക്ക് എന്താ വേണ്ട, അപ്പനും അമ്മയൊക്കെ ഭയങ്കര വിഷമിച്ചിട്ടാണ്. അവർ 2 ദിവസമായിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അനീത്തിയും ഭാര്യയൊക്കെ. എനിക്ക് അപ്പോഴും ദേഷ്യമില്ല, വിഷമമാണ്. ഒരു ബ്രദർ ഇങ്ങനെ ഒരു അനിയനോട് ചെയ്ത പോലെ എനിക്ക് തോന്നണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് സ്വന്തം നാട്ടുകാരനും കൂടിയാണ്. 1 വർഷത്തെ വ്യത്യാസമുണ്ട്. അതായത് ജൂഡന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ആലോചന തന്നെ വന്നേക്കുന്നത്. ആലോചന വന്നേക്കുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഞാൻ കല്യാണം നടത്തി. അങ്ങനെ എന്തെങ്കിലും മിഷൻ ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു കോപ്പി ക്ലാസ് കൊണ്ടുണ്ട്. കുഴപ്പമില്ല. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ചാനലിൽ എന്നെ പറ്റി ഒരു ജൂഡേട്ടൻ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നെ പറ്റി എന്ത് വേണേലും പുള്ളി പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയും പറയാം. പുള്ളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എവിടെ വേണേലും പറയാം. കാരണം ഇതെനിക്ക് എന്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നത്. കാരണം ഈ പ്രോബ്ലം നമ്മൾ മിണ്ടാതിരുന്നത്, നമുക്ക് നിശബ്ദത ആട്ടിൻസുപ്പിന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനത് മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. കാരണം ഈ സോഷ്യൽ മീഡിയ കയറി കിടന്ന് കുറച്ചിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ എന്റെ അനീത്തിനെ പറ്റി അതിനകത്ത് അവളുടെ കല്യാണം ഞാൻ പുള്ളിയുടെ കാശ് മേടിച്ചിട്ടാണ് നടത്തിയേ എന്ന് പറഞ്ഞൊരു ആരോപണം. അത് ഞാൻ എന്റെ വീട്ടില് ചെന്ന് കഴിഞ്ഞപ്പോ, ഈ ഇൻസിഡന്റ് ആയതിനു ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ അമ്മയും അനീത്തിയൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്റെ ഭാര്യയൊക്കെ, അതായത് അവർക്കൊക്കെ ഇനി ഒരു ഫംഗ്ഷന് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും, അതുപോലെ നാട്ടുകാർ ചിരിക്കും, കളിയാക്കി ചിരിക്കും. കാരണം സ്വന്തം ചേട്ടൻ അവളുടെ കല്യാണം നടത്തിയത് ഒരാളുടെ പൈസ പറ്റിച്ചിട്ടാണെന്നുള്ളൊരു പ്രസ്താവന. അത് എന്റെ പേജിലൊക്കെ ഇഷ്ടംപോലെ തെറിയും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ പറഞ്ഞു. അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിക്കെതിരെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നമ്മളെങ്ങനെ പ്രതികരിക്കും? സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യക്കെതിരെ അപ്പനെതിരെയൊക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? അപ്പോ എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾക്ക് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം എന്റെ അമ്മയും അപ്പനൊക്കെ സ്വന്തം മോളുടെ കല്യാണം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തുടങ്ങി അവള് ജനിച്ചതിന് തുടങ്ങി അവര് സമ്പാദിക്കുന്ന പൈസ ഉണ്ട്. പിന്നെ ഞാൻ സിനിമയിൽ ഞാൻ അധ്വാനിച്ച പൈസയും കൂടി ചേർത്തിട്ടാണ് അവളുടെ കല്യാണം നടത്തിയത്. അപ്പൊ അവർക്ക് എന്താ വേണ്ട, അപ്പനും അമ്മയൊക്കെ ഭയങ്കര വിഷമിച്ചിട്ടാണ്. അവർ 2 ദിവസമായിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അനീത്തിയും ഭാര്യയൊക്കെ. അനീത്തി ഇപ്പൊ ലണ്ടനിലാണ്. പക്ഷെ അവള് കഴിഞ്ഞ ദിവസം അവധിക്ക് വന്നിട്ടുണ്ട്.
അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ പോയി കറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അവിടുത്തെ ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവരുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇതില് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജൂഡേട്ടന്, അതായത് അരവിന്ദേട്ടന് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ് 27 ജനുവരി 2020. ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തു. ഇതാണ് ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇത് കാണാം. നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും വരും. രണ്ടാമത്തത് അഞ്ജലിയുടെ കല്യാണം നടന്നത്, എന്റെ പെങ്ങളുടെ കല്യാണം നടന്നത് 18 ജനുവരി 2021. ഇത് തമ്മിൽ എത്ര നാളത്തെ വ്യത്യാസമുണ്ട്? 1 വർഷത്തെ വ്യത്യാസമുണ്ട്. അതായത് ജൂഡന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ആലോചന തന്നെ വന്നേക്കുന്നത്. ആലോചന വന്നേക്കുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഞാൻ കല്യാണം നടത്തി. അങ്ങനെ എന്തെങ്കിലും മിഷൻ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഇത് ആ ഡോക്യുമെന്റ് അനീതിയുടെ കല്യാണം നടന്നതിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. പിന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ കല്യാണം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഡേറ്റ്. ഇതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരു കള്ളത്തിലും ഇതിനകത്ത്. ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ പെങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രതികരിക്കുക അല്ലേ? നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക സ്വന്തം പെങ്ങൾക്ക്. അത് ഞാൻ മാക്സിമം അതെന്തെങ്കിലും പൊക്കോട്ടെ, അത് മിണ്ടാതിരുന്നാട് തീരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അത് ഫാമിലിനെ ബാധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കും അത് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഇഷ്യൂ നമ്മളിത് ചർച്ച ചെയ്ത് 2019 3 വർഷം മുമ്പ് ഇത് ചർച്ച ചെയ്ത് സംഘടനകൾ വഴി ഇത് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ആക്കി കൈ കൊടുത്ത് പിരിഞ്ഞ സംഭവമാണ്. അത് 3 വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്ക് അപ്പൊ തന്നെ പറയായിരുന്നു. ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ പ്രതികരിക്കാം. ഇങ്ങനെ അമ്മ പറ്റിച്ചു എന്നൊക്കെ പറയുന്നത് പുള്ളിക്ക് അന്ന് തന്നെ പറയായിരുന്നു. പക്ഷെ ഇത് 3 വർഷങ്ങൾക്ക് ശേഷം ഇത് തികച്ചും ഒരു, അതായത് പുള്ളിക്ക് ഒരു സക്സസ് വന്നു കഴിഞ്ഞു. ഞാൻ സത്യം പറയാം, പുള്ളിയുടെ പടം അടിപൊളിയാണ്. ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ പടത്തിന്റെ. ഇപ്പൊ 2018 എന്ന് പറഞ്ഞ പടം അടിപൊളി പടമാണ്. എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ ആ പടത്തിലുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി കണ്ട സിനിമ മനോഹരമായിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചത്. അപ്പൊ സക്സസ് വേറൊരാളുടെ ജീവിതത്തിനെ വഴിമുടക്കാനായിട്ട്, അയാളുടെ ലൈഫിനെ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ദുരുപയോഗം ചെയ്തു. അത് ഭയങ്കര, എനിക്ക് പുള്ളിയോട് ദേഷ്യമില്ല, എനിക്ക് പുള്ളിയോട് സങ്കടമാണ്. പുള്ളി ആ സക്സസ് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാണ് വേണ്ടത്. 2018 എന്ന് പറഞ്ഞ സിനിമ ഇത്രയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ബ്രില്യന്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ട് മറ്റുള്ള ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും പുള്ളി പറയുമ്പോൾ. ഇപ്പൊ ഞാൻ പ്രതികരിക്കാതെ നിന്നപ്പോ എല്ലാവരും വിചാരിച്ചത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പൊ എന്നെ വെച്ച് പടം ചെയ്യാതിരിക്കുന്ന പ്രൊഡ്യൂസർമാര് അവർക്ക് എന്ത് വിചാരിക്കും? ഇങ്ങനൊരു കള്ളൻ, അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ? ഇങ്ങനെ പൈസ മേടിച്ച് പറ്റിക്കണവൻ, ഒരു മനുഷ്യത്വം ഇല്ലാത്തവൻ, അങ്ങനെയൊക്കെയല്ലേ അവർ ചിന്തിക്കുക. അത് എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് പുള്ളിയോട് യാതൊരു ദേഷ്യമില്ല. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അത് കോംപ്രമൈസ് ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് തികച്ചും വ്യക്തിഹത്യ എന്ന് പറയണം. കാരണം ഒരാൾക്ക് സക്സസ് ഉണ്ടാകുമ്പോൾ അയാൾ പറയുന്നത് കേൾക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവും. അയാൾ പറയണത് ശരിയാന്ന് പറയും. എന്റെ ഇൻസ്റ്റാഗ്രാം ഇതിന്റെ ഒരു IM ചെന്നോട് ഒരു ഫോട്ടോ ഉണ്ട്. അത് അന്നിട്ട് 50 കമന്റ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ ഞാൻ നോക്കുമ്പോ 300 കമന്റിന്റെ അടുത്തുണ്ട്. അതെല്ലാം തെറി തന്നെ, ഫുള്ള് തെറി. പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, എന്നെ വിളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. കാരണം ഇഷ്ടംപോലെ തെറി പറഞ്ഞു കേട്ടൊക്കെ വളർന്ന ഒരാളാണ് ഞാൻ. നോ പ്രോബ്ലം, ഐ ഡോണ്ട് കെയർ. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇതിനകത്ത് ജൂഡേട്ടൻ നഹാസ് എന്ന് പറഞ്ഞ എന്റെ ഒരു പുതിയ പടത്തിന്റെ RDX എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറിന്റെ പേര് വലിച്ചിട്ടു. പുള്ളി തന്നെ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്,
അതായത് ഒരു ഡയറക്ടർ ആവണമെങ്കിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഡയറക്ടർ ആവുക, എത്ര വർഷം കഷ്ടപ്പെടണം, എത്ര ആൾക്കാരുടെ അടുത്ത് കഥ പറയണം, എത്ര നാൾ അസിസ്റ്റന്റും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് അയാളെത്ത. പുള്ളി അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്, അങ്ങനെയാണല്ലോ നമ്മള് ഒരു ഡയറക്ടർ ആവുക. പുള്ളിക്ക് അത്രയ്ക്ക് ആ ഡയറക്ടറോട് റെസ്പെക്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഡയറക്ടറിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ശാപം, പുള്ളിയുടെ ശാപം കൊണ്ടാണ് ആ സിനിമ നടക്കാറുന്നത്. ഒരു ഇത്രയും വലിയ സിനിമ ചെയ്ത ഒരു ഡയറക്ടർ, വളർന്നു വരുന്ന ഒരു ഡയറക്ടറിന്റെ പേര് വലിച്ചിടുക എന്ന് പറഞ്ഞാൽ അവന്റെ ലൈഫിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. എനിക്ക് എപ്പോഴും ചൂടനോട് ദേഷ്യമില്ല, എനിക്ക് വിഷമമാണ്. പുള്ളി ഞാൻ എന്റെ ഒരു ബിഗ് ബ്രദറിനെ പോലെ കണ്ടുകൊണ്ടിരുന്ന ആദ്യം ഞാൻ ഫാനായിരുന്നു പുള്ളിയുടെ, ഇപ്പോഴും ഫാൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പുള്ളി ആ ഡയറക്ടറിന്റെ എന്നെ പറഞ്ഞോട്ടെ, ഒരു അപ്കമിങ് ഡയറക്ടറിനെ പറ്റി അത്രയ്ക്കും ഡയറക്ടറിനോട് സ്നേഹമുള്ള ആളാണെങ്കിൽ പുള്ളി ഒരിക്കലും പറയരുത്, അവന്റെ പേര് അതിനകത്തേക്ക് വരച്ചിടരുത്. ഭയങ്കര മോശം കാര്യമാണ് അതൊക്കെ, അത് വിഷമമുള്ള കാര്യമാണ് അതൊക്കെ. പിന്നെ എനിക്ക് യോഗ്യതയില്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് വീഡിയോയിലുണ്ട്, അതൊക്കെ ഉള്ള കാര്യമാണ്. ശരിയായിരിക്കാം, എനിക്ക് യോഗ്യത ഉണ്ടാവില്ലായിരിക്കും, കഴിവുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്തിട്ട് വന്നതാണ്. എനിക്ക് അത് മാത്രം മതി. എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ഇനിയും ഫോളോ ചെയ്യും. എൻ്റെ യോഗ്യത നിർണ്ണയിക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റൂ? പുള്ളിക്ക് പറ്റൂ? പറ്റില്ല. നമ്മുടെ യോഗ്യത തീരുമാനിക്കാനായിട്ട് ലോകത്ത് ആർക്കും പറ്റില്ല. നമ്മള് കഴിവ് വേണമെന്നും പറയില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക. യോഗ്യത നിർണ്ണയിക്കാനായിട്ട് ലോകത്ത് ആരുമില്ല. നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക. നമ്മുടെ പുള്ളിയാണോ നമ്മുടെ എല്ലാവരുടെയും യോഗ്യത മീറ്റർ? അല്ല, ഒരിക്കലും അല്ല. പുള്ളി അങ്ങനെ പറയരുതായിരുന്നു. ഇത്രയും നല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ പറയരുത്, അത് ഭയങ്കര മോശമാണ്. ഞാൻ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അത് എനിക്ക് അപ്പോഴും പുള്ളി ദേഷ്യമില്ല, വിഷമമാണ്. ഒരു ബ്രദർ ഇങ്ങനെ ഒരു അനിയനോട് ചെയ്ത പോലെ എനിക്ക് തോന്നണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് സ്വന്തം നാട്ടുകാരനും കൂടിയാണ് പുള്ളി പറയുമ്പോ. ഒരു അനിയനോട് ഒരു ബിഗ് ബ്രദർ ഇങ്ങനെയൊക്കെ ചെയ്യൂ, ഇത്ര ദേഷ്യം ഉണ്ടെങ്കിലും. അല്ലെങ്കിൽ പുള്ളിക്ക് അന്ന് തന്നെ പറയായിരുന്നു, അല്ലെങ്കിൽ അന്ന് വിളിച്ച് പറയായിരുന്നു. ഇത് കുടുംബത്തിനെയൊക്കെ അതിനകത്തേക്ക് വലിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അൺസൈക്കബിൾ എന്നൊക്കെ പറയില്ലേ, സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ കാര്യമാണ്. പിന്നെ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്, പെല്ലിശ്ശേരി ഇല്ലെങ്കിൽ, അതായത് ലിജോ ചേട്ടൻ ഇല്ലെങ്കിൽ പെപ്പയ്ക്ക് ജീവിക്കാനുള്ള വകുപ്പ് പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. അതായത് ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളടുത്ത് ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള ഏത് സ്റ്റാർ ആണെങ്കിലും ഏത് ഫിലിം മേക്കർ ആണെങ്കിലും ആരെങ്കിലൊക്കെ സഹായവും അവസരം കൊടുത്തിട്ടല്ലേ? ജൂഡേട്ടൻ എങ്ങനെ വന്നേക്കണേ? തന്നെ പൊട്ടിമുറിച്ചുണ്ടായതല്ല, പുള്ളിക്ക് ഒരു പ്രൊഡ്യൂസർ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കണത്. എനിക്ക് ലിജോ ചേട്ടൻ അവസരം തന്നു, അതുപോലെ എത്ര ആൾക്കാരുണ്ട് അവസരം. എല്ലാവരും അവസരം കിട്ടിയിട്ട് തന്നെ ആരെങ്കിലൊക്കെ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കണത്. അതൊക്കെ എന്ത് ഇത്രയും വലിയ പടങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്, ഭയങ്കര മോശമാണ് അതൊക്കെ. പിന്നെ യഥാർത്ഥ നായകൻ ഒളിച്ചിരിക്കുകയാണെന്ന്. ഞാനെന്താ പുലിയ കടിക്കാനായിട്ട്? പുലി മാന്താനായിട്ട് ഒളിച്ചിരിക്കുമോ? കടിച്ച് പറിക്കാനായിട്ട്? എനിക്കറിയാമല്ലോ, എന്നെ അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഈ പുലിയും കരടിയൊക്കെയാണ് ഒളിഞ്ഞിരുന്ന് കടിക്കുള്ളൂ. ഇത് നമ്മൾ നേരിട്ട് പറയാണ്ട് നേരിട്ട് പറയും. ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളിയുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, എന്നെ വെറുതെ നമ്മള് നമ്മുടെ തന്നെ പല്ലിന്റെ ഇടാക്കുത്തി നാട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് കുറെ പ്രാവശ്യം പറയണ്ട, ഇങ്ങനെ 18 ദിവസം മുമ്പാണ് മാറിയെന്ന്. ഇതിന്റെ എഗ്രിമെന്റ് ഉണ്ട്, ഈ പടത്തിന്റെ എഗ്രിമെന്റ്. നിങ്ങൾക്ക് ഇതെല്ലാം പരിശോധിക്കട്ടോ, ഞാൻ വെറുതെ പറയണതല്ല. ഇത് ജൂഡേട്ടൻ അയച്ച എഗ്രിമെന്റ് ആണ്, എന്റെ ബിഗ് ബ്രദർ അയച്ച എഗ്രിമെന്റ് ആണ്. അതിനകത്ത് നോക്ക്, ഇതിനകത്ത് ഡേറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമായി. പിന്നെ നോക്കുമ്പോ ജൂഡേട്ടൻ അടിപൊളി ആളാണ്, പുള്ളിയാണ് കോ പ്രൊഡ്യൂസർ. അപ്പോ നമ്മള് ഓക്കെ, ഈ പടം എന്തായാലും അടിപൊളി നമ്മൾ വിചാരിച്ചു. അപ്പൊ ഇതിനകത്ത് ഡേറ്റ് ഇല്ലാത്ത എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പൊ അവരന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം, അതനുസരിച്ച് നമുക്ക് ഓക്കെ. അങ്ങനെ അജഗജാന്തരത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ്
ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ഈ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു, ഈ ഷൂട്ടിന്റെ ഇടയിൽ ഞാൻ വായിച്ചു. അതിന്റെ ഇടയിൽ തന്നെയാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്, കാസ്റ്റിംഗ് കോളിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് സെക്കൻഡ് ഹാഫിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായി. ഞാനത് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിയുടെ പ്രതികരണം പ്ലേ ചെയ്തുള്ള മറ്റേ ഒരു ഇത് കാണിച്ച് വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ്. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ചെയ്യേണ്ടത്, ഇതിനായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ മോശമാവും എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് പിന്തുണ പറയുന്നത്. ഇതിനെല്ലാം ഏതാ അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടല്ലേ അസത്യം പറഞ്ഞു. അതെന്തായാലും ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്റെ ഏറ്റവും ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് ആകെയുള്ള പ്രശ്നം എന്റെ പെങ്ങളെ പറ്റി, പെങ്ങളെ കല്യാണം പുള്ളിയുടെ കാശിനാണ് മേടിച്ച് നടത്തി എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഫാമിലിക്ക് കോമൺ ആയിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതികരിക്കില്ലേ? എല്ലാവരും പ്രതികരിക്കില്ലേ? നിങ്ങൾ നിൽക്കുന്ന എല്ലാവരും പ്രതികരിക്കില്ലേ? സ്വന്തം അമ്മയ്ക്കും അപ്പനും നാണക്കേട് ഉണ്ടാക്കുന്ന പ്രസ്താവന ഒരാൾ ഇറക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ സ്വന്തം പെങ്ങളെ നാണം കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പറയാൻ നമ്മൾ പ്രതികരിക്കില്ലേ? സത്യാവസ്ഥ ഈ പേപ്പറുകളിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ കോപ്പികൾ വരും. ഇത് നിങ്ങൾ എല്ലാവരും പരിശോധിക്കണം. കാരണം പുള്ളി നടത്തിയത് വ്യക്തിഹത്യയാണ്. വ്യക്തിഹത്യ സക്സസ് ദുരുപയോഗം ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരിക്കലും അങ്ങനെ അതിന്റെ വസ്തുത പരിശോധിക്കണം. കുറെ ആളുകൾ ഇങ്ങനെ, ഞാൻ അവരൊന്നും പറയില്ല, കാരണം എങ്ങനെയാണെങ്കിലും റിയാക്ട് ചെയ്യാം, ആർക്കാണെങ്കിലും എങ്ങനെയാണ് റിയാക്ട് ചെയ്യാം. പക്ഷെ അതിന്റെ ഇപ്പൊ നമ്മൾ ഒരാളെ കുറ്റവാളി എന്ന് പറയുമ്പോൾ ആ കുറ്റവാളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാനുള്ള ഒരു ക്ഷമ എല്ലാവർക്കും ഉണ്ടാവണം ലൈഫിൽ. കാരണം അയാള് എന്താണ് ചെയ്തതെന്ന് അറിയണമല്ലോ. ചിലപ്പോ അയാളായിരിക്കും ചിലപ്പോ നമ്മുടെ വേണ്ടപ്പെട്ട അയാളെ കൊന്നേക്കണത്. പക്ഷെ അയാളെ എന്തിനാണ് അത് കൊന്നേക്കണത്, എന്താണ് റീസൺ കൂടി വെറുതെ നമ്മൾ അറിയണം. അതറിയാനുള്ള ഒരു ക്ഷമ നമ്മളുണ്ടാവണം. എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് ജൂഡേട്ടന്റെ അടുത്ത് ഒരു ദേഷ്യമോ ഒന്നുമില്ല. വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിയുടെ പടം സോറി പറയട്ടെ, പുള്ളിയുടെ പടം അടിപൊളി പടമാണ്. ഞങ്ങൾ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഗംഭീര സിനിമയാണ്. എന്റെ വേണ്ടപ്പെട്ടവരെ അതിനകത്തുണ്ട്. അപ്പൊ ആ പടം അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാ കളക്ഷൻ റെക്കോർഡുകളും പൊട്ടിക്കും. ജൂഡിയേട്ടന്റെ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലസ്. യെസ്, ഞാൻ എന്റെ അമ്മ ഇന്നലെ കേസ് കൊടുത്തിട്ടുണ്ട് ജൂഡിയേട്ടനെതിരെ. ഇന്ന് വരും ഒഫീഷ്യലി. ഓക്കെ, അപ്പൊ അതും കൂടി ഉണ്ട്. അത് പറയാൻ മറന്നു കേട്ടോ, സോറി. അമ്മ ജൂഡിയേട്ടനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോറി, അത് പറയാൻ മറന്നുപോയി. അമ്മയ്ക്ക് വിഷമാവില്ല ബ്രോ. സ്വന്തം മോളെ പറ്റി അവര് എത്ര വർഷങ്ങളായിട്ട് അവരെ സ്വപ്നമില്ലേ കല്യാണമൊക്കെ നടത്താന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മ ആകെ ആവശ്യമായി വിഷമിച്ചു പോയി. അപ്പൊ അമ്മ കേസ് കൊടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് കഥ കേട്ടപ്പോ നമുക്ക് അഡ്വാൻസ് തന്നു. കഥ കേട്ട് നമുക്ക് ഇഷ്ടമായി. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞു, അതാണ് പറഞ്ഞത്, സ്ക്രിപ്റ്റ് തരും. അപ്പൊ ഡേറ്റ് ഇല്ലാതെയാണ് അതിനകത്ത് വെച്ചേക്കണത്. ഇന്നത്തെ ദിവസമൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല ഷൂട്ടൊന്നും. അപ്പൊ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോ പിന്നെ നമ്മൾ നോക്കുമ്പോ ജൂഡേട്ടൻ പിന്നെ പുള്ളിയുടെ ഒരു ഗൈഡൻസ് ഉണ്ടല്ലോ. പുള്ളി ചെയ്യുന്ന പടങ്ങളൊക്കെ നമുക്ക് അറിയാലോ, നല്ല സിനിമകളാണ്. പുള്ളിയുടെ ഗൈഡൻസ് ഉണ്ടാവും, നല്ല പടമാണെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. പടം തുടങ്ങാൻ 18 ദിവസത്തിന് മുമ്പാണ് ഞാൻ കൊടുത്തതെന്നാണ് പറയുന്നത്. ഡേറ്റ് തീരുമാനിക്കാത്ത പടത്തിൽ എങ്ങനെയാണ് ഇത് പറയുന്നത്? അതിനകത്ത് ഡേറ്റ് പോലും ഇല്ല. അല്ല, നമ്മള് പുതിയ ആളാണ്. ഓക്കെ, ശരിയാ, അത് ശരിയാണ്, ചേട്ടാ പറഞ്ഞ ശരിയാണ്. പിന്നീട് ഞങ്ങൾക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവരെയൊക്കെ വിശ്വസിക്കണം. നമ്മൾ പുതിയ ആളാണ്, നമ്മളെല്ലാവരും വിശ്വസിക്കണം. സ്വന്തം നാട്ടുകാര് ജൂഡേട്ടൻ
സ്വന്തം ബിഗ് ബ്രദർ, പുള്ളി ഒരിക്കലും ചതിക്കില്ല എന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ നമ്മള് അങ്ങനെ ഒപ്പിട്ട് കൊടുത്തു. അവരും വിശ്വസിച്ചിട്ടുണ്ടാവുമല്ലോ, ചിലപ്പോ പിന്മാറില്ലെന്ന് അവരും വിശ്വസിച്ചിട്ടുണ്ടാവുമല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. സ്ക്രിപ്റ്റ് വായിക്കണമെന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അത് വായിച്ചപ്പോ ഞാൻ എന്റെ കൺഫ്യൂഷൻസ് പറഞ്ഞു. പിന്മാറി എന്നല്ല പറഞ്ഞത്, കൺഫ്യൂഷൻസ് പറഞ്ഞു. അത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല, ചർച്ച ചെയ്യാൻ അവർ മുന്നോട്ട് വന്നില്ല. എന്തിനാണ് അല്ലല്ല, അതിന്റെ സെക്കൻഡ് ഹാഫില് എനിക്ക് കൺഫ്യൂഷൻസ് ഒന്നും അത് പറഞ്ഞപ്പോ അതിനെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഈ അസഭ്യവർഷം എന്ന് പറയുന്നത് തന്നെയായിരുന്നു ആദ്യമായിട്ടുണ്ടായ ഒരു തിരിച്ചടി. ആളായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാൽ അത് ഉറപ്പായിട്ടും നമുക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി ചൂടേട്ടന്റെ ഭാഗത്തുനിന്ന് അത് നേരത്തെ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യത്തിന്റെ കേസ് പറഞ്ഞല്ലോ, രണ്ടും ഏകദേശം അടുത്തടുത്ത പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ഒരു ദിവസം ആരോഗ്യത്തിന്റെ കാസ്റ്റിംഗ് കോള് കിട്ടുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ റാലിമിയുടെ ഡയറക്ടറെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കണ്ടക്ട് ഒന്നും ഇല്ലല്ലോ, അപ്പൊ ആരോഗ്യത്തിന്റെ കാസ്റ്റിംഗ് കോൾ ഇടാന്ന് പറഞ്ഞു. ഓക്കെ ബ്രോ, ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കാസ്റ്റിംഗ് കോള് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം വൈകിട്ട് ഒരു 5 മണി ആ സമയത്ത് ചൂടേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് കാസ്റ്റിംഗ് കോൾ ഇടുന്നു, ആരോഗ്യത്തിന്റെ ഇത് പോവാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് നിന്റെ അച്ഛനല്ലല്ലോ വലിയ കാശ് കൊടുക്കുന്നത്, പിന്നെ നിനക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, ഇത് നിങ്ങൾ ഇന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന സമയത്ത് പടം തുടങ്ങാൻ പറ്റില്ല, പിന്നെ ഞങ്ങള് തോന്നിയ പോലെ തുടങ്ങുള്ളൂ. ആ രീതിയിലൊക്കെ സംസാരിച്ചു. ഇതിന്റെയൊക്കെ വോയിസ് ഉണ്ടായിരുന്നു. അന്ന് നമ്മളിതൊന്നും കേൾപ്പിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ സംസാരിച്ച് തീർത്ത കേസാണ്. നമുക്ക് പുള്ളിയെ നാറ്റിക്കാനോ ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. എന്നിട്ട് നാസിനെ കേസ് വിളിച്ചു പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ബ്രോ, അന്ന് നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാം, കുഴപ്പമില്ല, എന്ന് ചൂടേട്ടന്റെ പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നഹാസിന്റെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ആ കാസ്റ്റിംഗ് കോൾ ഇട്ടത്. ഇത് ആദ്യമേ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത് ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിരുന്നില്ല. വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവൻ അതിൽ അഭിനയിക്കാൻ പോവാണ്, അപ്പൊ നമ്മള് ഇവന്റെ മൈൻഡ് കളയണ്ടെന്ന് വിചാരിച്ച് ഇത് പല സമയത്തുണ്ടായിരുന്നു. പുള്ളി നഹാസിനെ വിളിച്ച കേസുണ്ട്, ഒന്നും ഇതിൽ പറയണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞോന്നുള്ളൂ, നഹാസിനെ വിളിച്ച് ഡേറ്റ് മാറ്റണ കേസ് പലവണ ഇങ്ങനെ ഇതേപോലെ നമ്മൾക്ക് ഇന്ന സമയത്ത് തുടങ്ങാൻ പറ്റില്ല, ഇന്ന സമയത്ത് തുടങ്ങാൻ പറ്റില്ല. ഈ 18 ദിവസം മുമ്പ് മാറിയത് നമ്മള് കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ച് അതിന്റെ സംശയം ചോദിക്കാൻ അവര് എന്താ പറയുക, ചർച്ച ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവര് പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും വേറെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ. നഹാസായിട്ട് ഇപ്പൊ RDX അസോസിയേഷൻ ഉണ്ടല്ലോ, അപ്പൊ നഹാസിന്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചഴിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ് ഈ സംഭവത്തിന് ശേഷം? എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. അല്ലല്ല, ഈ സംഭവം ഞാൻ ഉദ്ദേശിച്ചത് അല്ല, പുള്ളിക്ക് വിഷമായി. ഇതും വന്ന് എല്ലാം കൂടി വരുമ്പോ സ്വാഭാവികമായിട്ട് സങ്കടമാവുമല്ലോ. പിന്നെ പുള്ളിയുടെ അവസ്ഥയെ കുറിച്ച് അധികം പറയാതിരിക്കണമല്ലോ. എന്തിന് അവൻ ആ സിനിമ എങ്ങനെയൊന്ന് ഇറക്കിക്കോട്ടെ, ജീവിക്കട്ടെ, പാവം എങ്ങനെയൊന്ന് ജീവിച്ചു പോട്ടെ. അതന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എങ്ങനെയൊന്ന് ജീവിച്ചു പോകട്ടെ, എന്റെ പൊന്ന് ജൂഡേട്ടാ, ഞാൻ ഒന്ന് ജീവിച്ചു പോകട്ടെ. പറഞ്ഞൊരു കാര്യത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ചർച്ച നടത്തിയത്, സംഘടനകൾ ഇടപെട്ടു എന്ന് പറയാം. ആ സംഘടനകൾ ഇടപെട്ടിട്ട് അന്ന് എന്തായിരുന്നു തീരുമാനം എടുത്തത്? പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, അഡ്വാൻസ്. അതാണ് തീരുമാനം. ഭംഗിയായിട്ട് എല്ലാ സംഘടനകളുടെ മുമ്പിൽ വെച്ചും പൈസ തിരിച്ചു കൊടുത്തു, കൈ കൊടുത്ത് പിരിഞ്ഞു. അന്ന് ബാദുക്ക ഉണ്ടായിരുന്നു, ഞാൻ ബാദുക്ക ഉണ്ടായിരുന്നു, ഇടവേള ബാബു ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി, സോറി. ഇത് ചർച്ച നടത്തിയതിനു ശേഷം ഞാൻ അയച്ച ഇതാണ്, അരവിന്ദ് സാറിന് ഞാൻ അയച്ച ഇതാണ്. അരവിന്ദ് സാർ എന്ന് പറഞ്ഞാൽ ജൂഡേട്ടന്റെ കോ പ്രൊഡ്യൂസർ, പുള്ളിക്ക് അയച്ചതാണ്. തെളിവുകൾ, എല്ലാ തെളിവുകളും ഉണ്ട്. കോംപ്രമൈസ് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഒരു പ്രതികാര ബുദ്ധി ഉണ്ടായിരുന്ന ജൂഡില്, അതാണ് ഈ 3 വർഷം കഴിഞ്ഞിട്ട് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാലോ, 3 വർഷം കഴിഞ്ഞിട്ട് ആ സമയത്ത് ആ സമയത്ത് തന്നെ ഇതിനൊരു പ്രതികാരം വീട്ടുന്നുള്ള രീതിയിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ഇല്ല, ആ സമയത്ത് നമ്മള് മറ്റേ കൈ കൊടുത്ത് ഇത് ബൈ ബൈ പറഞ്ഞു പോയ സംഭവമാണ്. പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന്, സാധാരണ നമ്മള് പാമ്പിനെയൊക്കെ ഉപദ്രവിച്ചാലാണ് പാമ്പ് 3 വർഷം കഴിയുമ്പോഴൊക്കെ നമ്മൾ അവിടെ കൊട്ടാറുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കഥ കിട്ടുന്നത്, ആനയൊക്കെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ആനയും ഉപദ്രവിക്കുന്നത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു പാമ്പൊക്കെയാണ് അങ്ങനെ ചെയ്യുക.
പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിലാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനാണോ? താങ്കളുടെ വീടിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനാണ് അമ്മ പരാതി കൊടുത്തിരിക്കുന്നത്? അല്ല, അമ്മ പരാതി കൊടുത്ത വക്കീൽ ത്രൂ ആണ് പോയത്. വക്കീൽ മുഖേനയാണ് അല്ലേ? വക്കീൽ മുഖേന. വക്കീൽ ജൂഡ് നോട്ടീസ് അയക്കുന്നു. അങ്ങനത്തെ ഒരു അതെ ചാർജിലേക്കാണ്. അതെ വക്കീൽ വഴിയാണ് പോയത്. പോലീസ് സ്റ്റേഷനിലേക്കല്ല പോയി. അല്ല അല്ല വക്കീൽ വക്കീൽ വഴി. അതെ അതെ നമ്മൾ അങ്ങനെയാണ് പോകേണ്ടത്. അമ്മ ഇത് പറയാൻ ഓപ്പണായിട്ട് ഇത് പറയണ്ടല്ലോ. അല്ല ഇപ്പൊ അതിനെ പറ്റി പറയാതിരിക്കുന്നത് കാരണം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പറയാതിരിക്കുന്നത് പരാതി പറയണ്ട. പരാതി പറയാം. പോലീസ് സ്റ്റേഷനിലല്ല. പോലീസ് സ്റ്റേഷനല്ല. പോലീസ് സ്റ്റേഷനല്ല. അതാണ് ചോദിച്ചത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം വെപ്പയുടെ കരിയറിൽ എന്തെങ്കിലും ഇപ്പൊ കമ്മിറ്റ് ചെയ്ത സിനിമകളിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം ആരെങ്കിലും വിളിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരു കരിയർ ഇപ്പൊ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ട് എപ്പോഴെങ്കിലും? അല്ല ഉറപ്പായിട്ടും അത് ആരും വിളിച്ചൊന്നുമില്ല അങ്ങനെ. പക്ഷെ ഉറപ്പായിട്ട് അത് സംസാര വിഷയം വരുള്ളൂ. ഉറപ്പായിട്ടും എല്ലാവരും ഇപ്പൊ നമ്മള് തന്നെ എന്തോരം ആൾക്കാർ തെറി പിടിച്ചു. അപ്പൊ പ്രൊഡ്യൂസർമാരാണെങ്കിൽ അപ്പൊ അവര് ആലോചിക്കൂലോ. അല്ലെങ്കിൽ എന്നെ വെച്ച് ഇനി ഫ്യൂച്ചറിൽ ഇപ്പൊ ആരെങ്കിലും പണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവര് വരെ ചിലപ്പോ ബാക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത കൊടുത്തേക്കല്ലേ. എന്തിനാണ് ബ്രോ നമ്മൾ മറ്റുള്ളവരെ കഞ്ഞിയിൽ പാറ്റിയിട്ടിട്ട് വെറുതെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. എങ്ങനെയാണ് ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിക്കണം. ഇത്രയും വലിയൊരു സക്സസിന്റെ ഒരു വർക്കിൽ നിൽക്കുന്ന സമയത്താണല്ലോ തിരിഞ്ഞ് പെമ്പയ്ക്കെതിരെ ഇങ്ങനെ സംസാരിക്കുക. അപ്പം ഈ വൈരാഗ്യ ബുദ്ധി കാത്തു സൂക്ഷിക്കാൻ 3 വർഷത്തിന് ശേഷം കാത്തു സൂക്ഷിക്കാൻ അത്രമേൽ എന്താണ് ഇത്? ഈ പറഞ്ഞതിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ? അത് പുള്ളിയോട് ചോദിക്കണം. എനിക്കറിയാം. പുള്ളി തന്നെ പറയേണ്ട ആൻസറാണ്. നിങ്ങൾ പുള്ളിയോട് ചോദിക്കണം അത് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തതെന്നുള്ളത്. എനിക്കറിയില്ല. കാരണം ഇതെല്ലാം കോംപ്രമൈസ് ചെയ്ത് സംഘടന വഴി ചർച്ച ചെയ്ത് നിർത്തിയ കാര്യം പിന്നെ എടുത്തിട്ട് എനിക്കറിയില്ല. പറയുന്നത് സൈനികത്തിനും ശ്രീനാഥ് ബാസിക്കും കാട്ടിയും അവർത്താണ് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയിൽ അതെ ഒളിഞ്ഞിരിക്കുന്ന പുലി. ഈ സംഘടനയിലേക്ക് പരാതി കൊടുക്കും. ഇപ്പം നേരത്തെ സംഘടന വെച്ചാണ് ഒത്തുതീർപ്പായത്. അതുപോലെ തന്നെ പപ്പിക്കുണ്ടായ ഒരു വലിയൊരു ഡാമേജ് ആണ്. അപ്പൊ സംഘടനയിലേക്ക് പരാതി കൊടുക്കും? ഇല്ല, ഞാനത് ഇടവേള ബാബുച്ചനായിട്ട് സംസാരിച്ചിരുന്നതിനെ പറ്റി. അപ്പൊ പുള്ളി പറഞ്ഞു പ്രസ്താവന നടത്തുക, നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം അല്ലേ, നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. ഉറപ്പായിട്ടും നീ നിന്റെ ഭാഗത്തിനെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ നീ കള്ളനാന്ന് ആൾക്കാർ വിചാരിക്കും. നിന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. സംഘടനയ്ക്ക് പരാതി വേണ്ട. വേണ്ട, ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടാണ് ഇത് ചെയ്യണത്. സ്വയം പരാതി വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. വേണ്ടാന്ന് തീരുമാനിച്ചു. ഇപ്പോഴും പ്രശ്നങ്ങളുടെ തുടക്കം എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. അതായത് തിരക്കഥ വായിക്കണം എന്ന തിരക്കഥയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അസഭ്യം പറഞ്ഞു ജൂഡെന്നാണ് പറയുന്നത്. ഇപ്പോ രാഹുൽ പറഞ്ഞ അതിന് മുൻപും ജൂഡ് പലപ്പോഴായിട്ട് അച്ഛന് പറയുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം വെറുതെ ഒരാൾ തിരക്കഥയുടെ കൺഫ്യൂഷൻ പറയുമ്പോ ഇങ്ങനെ അസഭ്യം പറഞ്ഞെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അതിന് മുൻവരാഗ്യം പറയുന്ന ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം. ആക്ച്വലി പ്രശ്നങ്ങളുടെ തുടക്കം അതാണ്. എന്തുകൊണ്ടാണ് ഒരാൾ തിരക്കഥയുടെ സാക്ഷ്യം പറഞ്ഞപ്പോ അസഭ്യം പറഞ്ഞത്? അത് എന്താണെന്ന് അറിയില്ല. കാരണം ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം. അല്ല, നമ്മൾക്ക് ചിലപ്പോ ഒരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം പുള്ളിയുടെ ഈഗോ ചിലപ്പോൾ ഹേർട്ടായിരുന്നു. പുള്ളി അത്രയും വലിയ ഒരാളായിരുന്നു ചിലപ്പോൾ. ഞാൻ ഉറപ്പ് പറയുന്നില്ല, അതാവാനാണ് സാധ്യത. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാനില്ല. പറഞ്ഞ് പുള്ളിനെ ഹേർട്ട് ചെയ്യാൻ, പുള്ളിക്കും ഭാര്യയും മക്കളും അമ്മയും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവരെ ഹേർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. ജൂഡേട്ടനെ ഹേർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. എൻ്റെ ഫാമിലിനെ തൊട്ടപ്പോ എനിക്ക് നൊന്തു, അത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ബാക്കി ഒരു സങ്കട ദേഷ്യമൊന്നുമില്ല. ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകാൻ അത് അമ്മയാണ് കൊടുത്തേക്കുന്നത് കേസ്. അമ്മ മുന്നോട്ട് പോകും. അങ്ങനെയാണ് അമ്മ സ്ട്രോങ് ഡിസിഷനിലാണ്. ഇല്ലില്ല, അത് അമ്മ കൊടുത്തേന്നതല്ലേ, എന്റെ അമ്മ കൊടുത്തേന്നതല്ലേ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. കൂടുതൽ ഉണ്ടായിരിക്കണതാണ് നല്ലത്. ഉറപ്പായിട്ടും ഫാമിലിക്ക് എന്റെ പെങ്ങടെ അത് അറിയാലോ. ഇത് ആരോടാ പറഞ്ഞതെന്നുള്ള ബ്രോക്ക് വ്യക്തമായിട്ട് അറിയാലോ. കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും തീർച്ചയായും. ഈ ദേഷ്യമില്ല, വിഷമമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും ഇപ്പോഴും ജൂഡിനോട് ആ ബിഗ് ബ്രദർ സ്നേഹമുണ്ടോ? ഉറപ്പായിട്ടും ബിഗ് ബ്രദർ സ്നേഹം തന്നെയാണ്, വലിയ സ്നേഹമാണ്. അത് നമ്മളെന്തിനാ അതൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? എന്തേലും കാണിക്കട്ടെ, വിളിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യട്ടെ. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പ്രസിന് തന്നു. അപ്പം ഉള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പം ഇനി ആഫ്റ്റർ ദാറ്റ് ഇനി ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു ജൂണിനെ പോലെ ഇപ്പോൾ സക്സസ് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്, ഒരു കരിയറിൽ എന്തെങ്കിലും ഒരു അടി വീഴുന്ന പേടിയുണ്ടോ?
പുള്ളിയായിട്ടോ ഇനി വരാൻ പോകുന്ന സിനിമകളിലോ അങ്ങനെ പുള്ളി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു? എന്തിനാണ് പേടിക്കണത്? എന്തിനാണ് പേടിക്കണത്? തെളിവിന്റെ അല്ലടാ, അല്ലാണ്ട് നമ്മളെന്തിനാണ് പേടിക്കണത്? നമ്മുടെ ഇന്ത്യ രാജ്യത്തല്ലേ ജീവിക്കണേ, എന്തിനാണ് പേടിക്കണത്? നമുക്ക് എല്ലാവർക്കും കൂടെ ഫ്രീഡം ഉണ്ട്, നമ്മുടെ ഗവൺമെന്റ് ഉണ്ട്, കോടതി ഉണ്ട്, പോലീസ് ഉണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കണത്? പിന്നെ ധൈര്യമുണ്ട്, പിന്നെ എന്താ ചങ്കൂറ്റമുണ്ട്. പിന്നെ നമ്മൾ ആരെയാണ് പേടിക്കണത്? നമ്മുടെ ഭാഗത്ത് ഇപ്പൊ പറയട്ടെ, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തലവനിച്ച് വെക്കുക, ശരിയുണ്ടെങ്കിൽ തലവനിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതിപ്പോ ആരെടുത്താണെങ്കിലും തല പൊക്കി ഉയർത്തി എന്ന് നമ്മൾ സംസാരിക്കണം. ശരിയുണ്ടെങ്കിൽ, തെറ്റാണെങ്കിൽ തലവനിച്ച് വെക്കുക. നമ്മള് മുഴുവൻ തെളിവ് ഇപ്പൊ പുറത്തേക്ക് വിടണില്ല. ഈ പറഞ്ഞ പോലെ തന്നെ വോയിസ്, പിന്നെ ആ ഫാമിലി എന്ന് പറഞ്ഞ പടവും വരാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ആ വോയിസിലുണ്ട്. ഇപ്പൊ അവരുടെ ആ പടത്തിൽ തന്നെ വേറെ പലരും സംസാരിച്ച കാര്യങ്ങളുണ്ട്, നമ്മളൊന്നും പുറത്തേക്ക് വരില്ല. എന്ന് വെച്ചാൽ പടം ബാധിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ട, കാരണം ആ പടത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളോ ഒന്നും വേണ്ട. ആ പടം, ആ ഡയറക്ടർ, അയാളുടെ സ്വപ്നം അത് നടക്കട്ടെ. അതേപോലെ തന്നെ നഹാസിനെ പറ്റി പറഞ്ഞത് അതും ഒരിക്കലും പാടില്ല. ഈ കഴിവില്ല എന്നുള്ളൊരു പരാമർശം വരുന്നുണ്ടല്ലോ, പറഞ്ഞോളൂ. പെല്ലിശ്ശേരി ഉള്ളത് കാരണമാണ് എന്നുള്ളത്. ഇത് സത്യം പറഞ്ഞ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയല്ല. അതിനിങ്ങനെ അല്ല, അത് ഞാൻ അവരെ എനർജി ആയിട്ട് എടുത്തേക്കുന്നത്, ബൂസ്റ്റ്. അത് നമ്മളൊരു ഇതായിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് വിമർശകർ ഉണ്ടാവുകയാണല്ലോ, നമുക്ക് കൂടുതൽ നമ്മുടെ കഴിവ് തെളിയിക്കണം എന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും ബ്രോ, ഇപ്പൊ എന്റെ കഴിവായിരിക്കില്ല ഇപ്പൊ ബ്രോക്കുള്ളത്, അല്ലേ? ഓരോരുത്തർക്കും പല ടൈപ്പിലുള്ള കഴിവായിരിക്കും. ഇപ്പൊ ബ്രോക്കുള്ള കഴിവായിരിക്കില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്കുള്ള കഴിവായിരിക്കില്ല എനിക്കുള്ളത്. അത് കഴിവിന്റെ മാനദണ്ഡമാണ്. അത് നമ്മൾ വർക്ക് ചെയ്ത് അതിനകത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ചിലർക്ക് നാച്ചുറൽ ആയിട്ട് ഭയങ്കര കഴിവുണ്ടാവാം, ഇപ്പൊ ഏത് ഫീൽഡിലാണെങ്കിലും. ചിലരത് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ മെസ്സി, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, മെസ്സിക്ക് നാച്ചുറലി ഭയങ്കര ടാലന്റഡ് ആണ്. ക്രിസ്ത്യാനോ അത് ഉണ്ടാക്കിയെടുത്തതാണ്, ഹാർഡ് വർക്ക് ചെയ്ത്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എല്ലാവർക്കും പറ്റും. അതല്ല, മെസ്സിനെ ക്രിസ്ത്യാനോനെ പറ്റിയ പ്രോബ്ലം, അത് ഞാൻ സഹിച്ചോളാം. തൽക്കാലം ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഫോക്കസിന്റെ. ഇപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. വെറുതെ ഇരുന്നാലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. RDXന്റെ ലൊക്കേഷനിലും അനാവശ്യമായ പെപ്പയുടെ പേര് കമ്പയർ ചെയ്യപ്പെട്ടു. ഇപ്പോഴാണെങ്കിലും ചൂടിന്റെ ഇഷ്യൂവിലും പെപ്പയെ സമാധാനമായിട്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോ നമുക്ക് നല്ല സമയം, ചിലപ്പോ ചീത്ത സമയം എന്നൊക്കെ പറയുന്നത് അതുപോലെ ആയിരിക്കും. പെപ്പയുടെ പാർട്ടായ ചിത്രമാണല്ലോ RDX. Yes. ഇതിലാണ് ഷൈനികത്തിനെതിരെ ഇത്രയും വലിയ ആരോപണം വരുന്നത്, അതെ. എഡിറ്റിംഗ് ഫയൽസ് കാണണമെന്ന് പറയുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ആ ചിത്രത്തിന്റെ അത് പെപ്പയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് ഷൈനികത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാതി. പെപ്പയെ സെൻട്രലൈസ് ചെയ്തിട്ട് ചിത്രം പോകുന്നു, അതിന്റെ പോസ്റ്റർ ഡിസൈൻസ് പോകുന്നു, അത്തരത്തിലുള്ള ഒരു സമീപനം കൂടെ കേട്ടിരുന്നു. അപ്പം എന്താണ് പെപ്പയ്ക്ക് അതിനകത്തുള്ള ഒരു ക്ലാരിഫിക്കേഷൻ? ബ്രോ, ഇപ്പൊ നമുക്ക് ഈ പടത്തിനെ പറ്റി സംസാരിക്കും. ഇവിടെ ഇപ്പൊ ഒരു പടം ഓടിക്കൊണ്ടിരിക്കണ്ടല്ലോ, ആ പടത്തിനെ പറ്റി നമുക്ക് ആ പടത്തിനെ പറ്റി നമുക്ക് RDX റിലീസ് ആവുമ്പോ ഉറപ്പായിട്ടും നമുക്ക് സംസാരിക്കാം. അതിപ്പോ അതിനെ പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം റീസെന്റ് പെപ്പയ്ക്കെതിരെ വന്ന് അല്ലെങ്കിൽ പെപ്പയും കൂടെ പാർട്ടായ രണ്ട് വിഷയങ്ങളാണ്. അതിലൊന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലാരിഫൈ ചെയ്തു, രണ്ടാമത്തതാണ് ഈ RDXുമായിട്ടുള്ള. അത് നമുക്ക് RDX റിലീസ് ആവുമ്പോൾ ക്ലാരിഫൈ ചെയ്യാം. ബ്രോ എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചാൽ സമയത്ത് എല്ലാത്തിനും മണിയായിട്ട് ആൻസർ പറയും. ഇപ്പൊ നമ്മള് ഈ പടത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കാരണം എന്റെ ഫാമിലിനെ വിഷമത്തിലാക്കിയൊരു ഇഷ്യൂ ആണ്. എന്റെ ഫാമിലിനെ, എന്റെ പെങ്ങളെ, എന്റെ അമ്മേനെ, എന്റെ ഭാര്യനെ. കാരണം ഇവരൊക്കെ പോകുന്ന ബന്ധുവീടുകളിലും അവിടെ ഇവിടെയൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരുടെ പരിഹാസം, ഇതെനിക്കൊന്ന് മാറ്റിക്കിട്ടണം. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഈ പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണം നടത്തിയിട്ടില്ല. എന്റെ അപ്പനും അമ്മയും ഞാനും ഒക്കെ കൂടി, എന്റെ പെങ്ങളും കൂടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് തന്നെയാണ് അവിടെ കല്യാണം നടത്തിയത് എന്നുള്ളത് എല്ലാ തെളിവുണ്ട്. എനിക്കത് മാത്രം തെളിയിച്ചാൽ മതി. വേറെ ഒരു കാര്യം എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. നമ്മൾ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നത്. ഈ പെങ്ങളുടെ കൂടെ അറിവോട് കൂട്ടാണ് ഈ പ്രസ് മീറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും അളിയാൻ നിൽക്കുന്നത് പെങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉണ്ട്. ദിവസം വന്നേരാ, അതായത് പെങ്ങളുടെ ഭർത്താവാണ്. ഉറപ്പായിട്ടും വളരെ സെൻസിറ്റീവ് ആണ് അവരൊന്നും ഈ വിഷയത്തോട് വല്ലാതെ തകർന്നിരിക്കണമെന്നൊക്കെ അറിഞ്ഞിരുന്നത്. ഉറപ്പായിട്ടും ഭയങ്കര വിഷമമാണ്. ബ്രോന്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ബ്രോന്റെ വീട്ടുകാരെ പറ്റിയിട്ട് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോന്റെ പെങ്ങളെ പറ്റി അല്ലെങ്കിൽ
അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തൊരു മോശം ആളായിരിക്കും അല്ലേ? ഞാൻ എന്തൊരു മോശം ആളായിരിക്കും. ബ്രോക്ക് എന്താ കേൾക്കില്ല, ഇത് ഏതേ വേട്ടാവളിയെന്ന് വേറെ വിചാരിക്കില്ലേ? അല്ലല്ല, ഞാൻ ഇപ്പൊ തോന്നെടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. പ്രൊഡ്യൂസറുടെ കണ്ണീര് ചൂട് കണ്ടെന്നാണ് പറഞ്ഞത്. ആ പ്രൊഡ്യൂസറോട് നഷ്ടം പറ്റിയതാണ്. ആ പ്രൊഡ്യൂസർക്ക് വീണ്ടും ഒരു ഡേറ്റ് കൊടുക്കാൻ തയ്യാറാണ്. നല്ല കഥയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഉറപ്പായിട്ട് നമ്മൾ ഞാൻ പിന്നെ വലിയ കഴിവില്ലാത്തൊരു നടനല്ലേ. അപ്പൊ അതും കൂടി നിങ്ങൾ ആലോചിക്കണം. ഉറപ്പായിട്ട് ഞങ്ങൾ അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരവൻ ചൂട് പോയല്ല, ഇത് വേറെ പടം. തർക്കങ്ങൾക്കൊക്കെ ശേഷമാണോ ഈ പൈസ തിരിച്ചു കൊടുക്കുന്നത്? ഈ നമ്മൾ ഈ പൈസ തിരിച്ചു കൊടുക്കുന്ന ടൈം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ തർക്കങ്ങളും ഈ ഒത്തുതീർപ്പിലേക്ക് ഈ കംപ്ലൈന്റ് വന്നതിന് മുമ്പ് പൈസ തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകാതെ ഒത്തുതീർപ്പ് ആവുമ്പോഴാണ് പൈസ കൊടുക്കുന്നത്. ഇനി സാറല്ല, ഒരു മൂന്ന് ദിവസത്തിന്റെ ഡിഫറൻസിലാണ് ഇതൊക്കെ നടന്നേക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ 2 ഡേറ്റ് എന്റെ ഞാൻ പുള്ളിക്ക് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ്, അതുകൊണ്ട് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ്, പിന്നെ എന്റെ അനിയത്തിന്റെ കല്യാണം നടന്ന ഡേറ്റ്, 1 വർഷത്തെ ഡിഫറൻസ്. ഞാൻ എങ്ങനെ പുള്ളിക്ക് പൈസ കൊടുത്തിട്ട് അത് എങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. എങ്ങനെ കല്യാണം നടത്തുന്നു? പുള്ളിയുടെ വല്ല മിഷൻ ഉണ്ടോന്ന്, ടൈം ട്രാവലർ മിഷൻ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണം. പൈസ മേടിച്ചിട്ട് അങ്ങനെ കല്യാണം നടത്താനായിട്ട് എനിക്കറിയാൻ പാടില്ല. നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. ഇത്തരം ഇതുണ്ടായിട്ട് ഞാൻ മിണ്ടാതിരിക്കായിരുന്നു 2 ദിവസം. എങ്ങനെയെങ്കിലും ഒരു മിനിറ്റ്, എങ്ങനെയെങ്കിലും എന്റെ വിഷമൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എങ്ങനെയെങ്കിലും അതൊന്ന് പോട്ടെ എന്ന് ചോദിച്ചിട്ട്. കാരണം ഈ നമ്മള് എന്തിനാ കഥ, ഈ ഒരു ശ്രീബുദ്ധന്റെ ഒരു കഥയുണ്ട്. അത് ഞാൻ പറയണമെന്ന് അറിയില്ല. ശ്രീബുദ്ധന്റെ ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീബുദ്ധൻ ഒരു ദിവസം മരച്ചോട്ടിലിരിക്കുമ്പോ ഒരാള് വന്നിട്ട് ശ്രീബുദ്ധനെ തന്തയ്ക്കും തള്ളക്കൊക്കെ ഫുള്ള് തെറി. ഒരാള് ഓടി വന്നിട്ട് ഫുള്ള് തെറി, പൂരത്തെറി. തെറി പറയുമ്പോഴൊക്കെ ശിഷ്യന്മാർക്ക് ഇത് കാണുമ്പോ ദേഷ്യം വരുന്നുണ്ട് തെറി പറയുമ്പോ. അപ്പൊ ശ്രീബുദ്ധൻ അനാണ്ട് അയാൾ പറഞ്ഞോട്ടെ എന്ന് പറയും. അങ്ങനെ അയാൾ തെറി പറഞ്ഞ് അവശതയായി കഴിഞ്ഞപ്പോ ശ്രീബുദ്ധൻ ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്ക് വിശക്കണം, ഞാൻ കുറെ ദിവസത്തെ ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ അങ്ങ് ഇവിടെ സുഖിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞു, അന്ന് ഭക്ഷണം കൊടുത്തത്. അത് കഴിഞ്ഞപ്പോ ശിഷ്യന്മാര്, പുള്ളി പോയി കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, എന്താണ് ഇത്രയും തെറി പറഞ്ഞിട്ട് അങ്ങ് ഒന്നും ചെയ്തില്ല, ഒരു വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ല. അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞു, ഇല്ല, അയാള് ഛർദ്ദിച്ചത് എടുത്തിട്ട് ഞാൻ എന്റെ മേത്ത് ആക്കിയിട്ട് ഞാൻ പിന്നെ അതെടുത്ത് അയാളുടെ മേത്തേക്ക് വീക്കിയിട്ട് എന്തിനാണ്? അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നത് 2 ദിവസം. അതായത് നോർമലി ഒരു ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന ആക്ടേഴ്സിൽ ഒരാണ് പെപ്പെ എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു ടാർഗറ്റഡ് സിസ്റ്റം പോലെ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ ടാർഗറ്റായിട്ട് തോന്നി. അത് കൃത്യം പ്ലാൻ ചെയ്ത് കാത്തിരുന്ന് സക്സസ് വന്നപ്പോ ഒരു പാവപ്പെട്ടവന്റെ കഞ്ഞീര് പൊടിവായി വീറാനായിട്ട് നോക്കി. മര്യാദയ്ക്ക് സക്സസ് എൻജോയ് ചെയ്ത് പടത്തിന്റെ നല്ല കാര്യങ്ങൾ, അടുത്ത നല്ല പരിപാടികളും മറ്റുള്ളവരുടെ കുറ്റം പറയാതെ പോയി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ, നല്ല അടിപൊളിയല്ലേ. എന്റെ ബിഗ് ബ്രദർ ഇനി അങ്ങനെ ചെയ്യുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഈ LJP-യുടെ ഒരു പേര് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹമായിട്ട് ഇതിനെ പറ്റി സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പറഞ്ഞു ചെന്നാൽ പിന്നെ തെറിക്കമന്റുകൾ ഒരുപാട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ്, പുതിയ തെറികളൊക്കെ പഠിക്കാൻ പറ്റും, വായിച്ചു ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അതിനെന്തെങ്കിലും തിരിച്ചു പറയണമെന്ന് തോന്നിയായിരുന്നു? എന്ത് രസമല്ല ഇത്. കുറെ അവര് പറഞ്ഞോട്ടെ, അവിടെ കിടന്ന് വെച്ചത് ഒരു കുഴപ്പമില്ല. ഒരു വർഷത്തിന് പൈസ തിരിച്ചു കൊടുത്തു, 1 വർഷത്തിന് ശേഷമാണ് പെണ്ണുള്ള മാരേജ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ജൂഡാനി ജോസഫ് പറഞ്ഞത് കള്ളത്തരം തന്നെയാണ്. ആണോ? ഇതിപ്പോ ഇനി എന്നിട്ട് പറയാനുള്ളത് തെളിവ്, നമ്മള് എന്താ പറയാ, സോളിഡ് തെളിവാണ്. ഞാൻ നുണ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കയറി ഇരുന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കളവ് പറഞ്ഞ്
എനിക്ക് നിങ്ങളെ പറ്റിച്ചിട്ട് എന്തിട്ടാ തെളിവ് നിങ്ങളുടെ കയ്യിൽ തരുമോ? എല്ലാവർക്കും തരാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയും ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മളെ കൊണ്ട് നമ്മള് കഴിവ് കുറഞ്ഞ ആളായതുകൊണ്ടും സാമ്പത്തികമായിട്ട് കടം മേടിച്ച് ഇതൊക്കെ നടത്തുന്ന ആളായതുകൊണ്ടും കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള ഇതുണ്ടായുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ കുറച്ചുണ്ടാവുള്ളൂ, ക്ഷമിക്കണം. ഈ ഒരു വർഷത്തെ ഗ്യാപ്പിനിടയ്ക്ക് കൂടെ പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ എപ്പോഴും കാണുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. എനിക്കൊന്ന് പുള്ളി ആ സമയത്ത് മറ്റേ പടത്തിന്റെ വർക്കിലായിരുന്നു 2018. നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ കുറച്ച് നമുക്ക് തരുന്നല്ലോ. മറ്റു തെളിവ് ഇപ്പൊ പുറത്തുവിടാൻ പറ്റാത്ത വോയിസ് സഹിതമുള്ളത് ഇതെല്ലാം ഈ പോലീസിന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൈമാറുമോ? ഇല്ല, എന്തിനാണ് ഞാൻ അതൊക്കെ പറയുന്നത്? എനിക്ക് പെങ്ങളെ പറ്റി പറഞ്ഞ കാര്യമില്ലേ, അതിനുള്ള നീതി കിട്ടണം. അതിനെനിക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി അത് മാത്രമാണ് പരാതിയിലുള്ളത്. പിന്നെ എന്റെ അമ്മ എന്റെ മകനെതിരെ മകന്റെ ഫ്യൂച്ചറിനെ കരിവാരി തേക്കുന്ന രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ അമ്മ കേസ് കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ എന്താ പറയാ ധർമ്മമല്ലേ. മറ്റേ KGF ഡയലോഗ് ഉണ്ടല്ലോ, പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്ന് പറയില്ലേ. അപ്പൊ അത് അമ്മയുടെ ധർമ്മമാണ്, അമ്മയുടെ പോരാട്ടമാണ് അമ്മ ചെയ്യട്ടെ. ആ ഡാമേജുമായി ബന്ധപ്പെട്ട് ഇനി തെളിവിന് വേണ്ടി നമ്മളിൽ ഉണ്ടായിരുന്ന വോയിസോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇല്ല, അത് തൽക്കാലം അത് പുറത്തേക്ക് വിടേണ്ട കാര്യമില്ല. കാരണം അത് വിട്ട് കഴിഞ്ഞാൽ വേറെ പണിനെ അത് ഹേർട്ട് ചെയ്യും. അപ്പൊ പിന്നെ തൽക്കാലം അത് നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നത്. അസോസിയേഷനിൽ റിപ്ലൈ ചെയ്തതാണ്. അതന്നെ, അത് അസോസിയേഷനിൽ എല്ലാ ബഹുമാനപ്പെട്ട അധികാരികളുടെ മുമ്പിൽ നമ്മളിത് പ്രേ ചെയ്ത് കേൾപ്പിച്ച കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. 3 വർഷം മുമ്പ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലയാള ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ ഒരുപാട് ഇൻസിഡൻസ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക, അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പൊതുവെ കണ്ടുവരുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ വേറെ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ആർട്ടിസ്റ്റുകൾ കാണുന്നത്. പെപ്പ എങ്ങനെയാണ് ഇതുപോലെ? എനിക്ക് മലയാളം മലയാളത്തില് ജീവിക്കാൻ സമ്മതിക്കുള്ള മര്യാദക്ക് വേറെ ലാംഗ്വേജിൽ പോയി അത് പറഞ്ഞപ്പോ വേറെ കോമഡി ഉണ്ടായി. കന്നഡ ന്യൂസ് തന്നെയാണ്. ഞാൻ നമ്മള് തമിഴൊക്കെ കങ്കൾ കുങ്കൾ എന്നൊക്കെ വെറുതെ വായിക്കില്ല, അതേപോലെ ഞാൻ കന്നഡ ന്യൂസ് കന്നഡയില് ന്യൂസ് കൊണ്ടാണ് ഇതിനെ പറ്റി. അപ്പൊ ഞാൻ വായിച്ചത് ജോഡിന്ത പെപ്പകെ, അങ്ങനെയാണ് ഞാൻ വായിച്ചത്. എനിക്ക് കന്നഡ വായിക്കാറില്ല, വെറുതെ കന്നഡ സാധനമുണ്ടോ ജോഡിന്ത പെപ്പകെ. കന്നഡയിലൊക്കെ ന്യൂസ് വരാ, ഓ ഗംഭീരം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവം ഉണ്ടായ രസമാണ്. അല്ല, ഇത് ഇപ്പൊ ഇതിന്റെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി ഇപ്പം വാർത്താസമ്മേളനം നടത്തുന്നത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് വല്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. വേറെ ഒന്നുമിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം താങ്കൾ പറയാൻ കഴിയുമെങ്കിൽ പറയാം. മൊത്തത്തിൽ സിനിമയിലുള്ള ഒരു ബാധിക്കുന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത്. പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറയാം, ഇല്ലാന്ന് പറയാം. അത് ചോദിക്കുക എന്നുള്ളതാണ്. എന്നാൽ മൊത്തത്തിൽ ഇപ്പൊ സിനിമ ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജൂഡാണെങ്കിൽ പറയുന്നത് പെപ്പയ്ക്ക് ലഹരിയല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളെ ചോദിക്കുന്നത്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. എല്ലാ അസോസിയേഷനും വലിയ പ്രശ്നങ്ങളാണ്. ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ ഒരു സമയത്തെത്തില്ല. 2 പേർക്ക് താൽക്കാലികമായി മാറ്റി നിർത്തൽ സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ശ്രീനാഥ് ഫാസിനും ഷൈനഗിനും താൽക്കാലികമായിട്ട് ഇവർ സഹകരിക്കില്ല, അവർക്ക് അഭിനയിക്കാം എന്ന് പറയുന്നത്. ഈ ലഹരിയുടെ ഒരു പിടി ഭയങ്കരമായിട്ട് സിനിമ മേഖല ഉണ്ടാകുന്നുവെന്ന് പപ്പയെ പോലെയുള്ള ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയുന്നത് ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രിവെന്റ് ചെയ്യണം. അത് നമ്മുടെ ഫ്യൂച്ചറിനെ നശിപ്പിക്കും ഉറപ്പായിട്ടും. ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അത് വരട്ടെ. ലഹരി ഉപയോഗം നമ്മുടെ ഹെൽത്തിന് നല്ലല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഇന്ന ആളെ പറയാതെ നമ്മൾ ആരുപയോഗിച്ചാലും അത് പ്രശ്നമാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കട്ടെ. അത് ആക്ടേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു സെറ്റിൽ ആക്ടേഴ്സ് മാത്രം ആയിരിക്കത്തില്ല, ടെക്നീഷ്യൻസ് ഉണ്ടാവും, ബാക്കിയുള്ളവരുള്ള ഒരു ആക്ടേഴ്സിനെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പോ ആര് ലഹരി ഉപയോഗിച്ചാലും തെറ്റാണ്. ടെക്നീഷ്യൻസ് ഉപയോഗിച്ചാലും തെറ്റാണ്, ആക്ടേഴ്സ് ഉപയോഗിച്ചാലും തെറ്റാണ്. അപ്പൊ ആര് തെറ്റ് ചെയ്താലും അത് ശരിയല്ല. അതന്നെയാണ് എന്റെ നിലപാട്. സമയത്തിന് ഷൂട്ടിംഗിൽ എത്താത്ത ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നുണ്ടോ? കപ്പയെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. ഞങ്ങൾ സമയത്തിന് എത്താത്ത പേര് സഹിതം പറയുന്നുണ്ട്. നമുക്കൊരു മോർണിംഗ് ലൈറ്റ് വേണമെന്ന് ഒരു ഡയറക്ടർ വിചാരിച്ചാൽ ആ ലൈറ്റ് നമ്മൾ ഷൂട്ടിംഗ് എത്താവുന്ന ഒരു ബാധ്യതയാണ് ആക്ടർമാർക്കുള്ളത്. അതിനെ കുറിച്ച് എന്താ, സമയത്തിന് എത്താത്തവരെ കുറിച്ച് എന്താണ് പറയുന്നത്? താങ്കളുടെ അനുഭവത്തിൽ ഉണ്ടാവില്ല.
ഇവർ പറയുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും താങ്കൾക്കും പറയാനുണ്ടോ? അല്ല, അങ്ങനെ അത് ഞാനല്ല പറയേണ്ടത്. ഞാൻ മാക്സിമം സമയത്തിന് എത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ലഹരി ഉപയോഗത്തെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ടിനി ടോം നടത്തിയിട്ടുള്ള പ്രസ്താവനയോട് പൂർണ്ണമായിട്ട് പിന്തുണക്കുന്നു അല്ലേ? ഞാൻ വായിച്ചില്ലേ? അല്ല, ഈ ധ്യാൻ ശ്രീനിവാസൻ അതിനെതിരെ ഒരു കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ വായിച്ചില്ലേ? നമ്മൾ വായിക്കാത്ത കേൾക്കാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ, കാരണം ഞാൻ വേറൊരു കാര്യത്തിൽ മുഴുകിയിരിക്കുന്നു. ചോദിച്ച ചോദ്യം അതിൽ നിന്നാണ് ചോദിച്ചത്. സിനിമാ സെറ്റുകളിൽ കൃത്യമായിട്ട് ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്, അത് തടയേണ്ടതാണെന്നുള്ള. തടയേണ്ട, അതായത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തടയണം. അതിപ്പോ എവിടെയാണെങ്കിലും നമ്മൾ എല്ലാ മേഖലയിലും തടയണം. അപ്പൊ താങ്ക് യു ഗൈസ്. പുതിയ സിനിമകൾ ഏതാണ്? പ്രൊജക്ട് ഏതാണ്? പുതിയ സിനിമ RDX, പിന്നെ ചാവേറിൽ ഒരു ചെറിയ റോൾ എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞ് ഗസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി പരിപാടികൾ നമുക്ക് പിന്നെ അറിയിക്കാം. അപ്പൊ എന്റെ പ്രസ് മീറ്റിലൂടെ വന്നതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഫുൾ തെളിവുകളും കാര്യങ്ങളും തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.